ഞാടി ആ ഞാനല്ല പഴുത്ത സാമ്പാറിനകത്തിടുവോ? അയ്യേ, കാ പഴുത്ത് പോയെന്നും പറഞ്ഞോണ്ട് ആ കാവിലെ പഴുപ്പല്ലോ സാമ്പാറിനകത്തിടുവോ? പച്ചക്കായല്ലേ സാമ്പാറിനകത്തിടുന്നേ? അതും കൂടെ വീഡിയോ തക്കാളി പഴമല്ലേ അപ്പം? അതുപോലാണോ എന്റെ പൊന്നുമണി? ഓ എന്റെ ദൈവമേ, കുലപതി. ഇലയോ? ഇല വീണോ? ഇല വീഴും. എന്നാ പറ്റി? എന്നാ ചെരുപ്പിടാൻ ഇറങ്ങിയേക്കല്ലെന്ന് പറയാം. മൊത്തം ചെള്ള കയറ്റുക വീട്ടിനകത്തോട്ട്. ചെരുപ്പം കെട്ടിയിട്ട് ഇറങ്ങിക്കോ, അപ്പോൾ കുഴപ്പമില്ലോ. ചെരുപ്പിടാൻ കഴിയല്ല, അങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. അവിടെ ഇരുന്നോ, ഇറങ്ങണ്ട. അവള് തീർത്തോളൂ. നീ ഇറങ്ങുന്നെങ്കിൽ ഇതേ ഇവിടെ ഒന്നാമത് മഴയെല്ലാം വെച്ച് ഇതാ ചെള്ളയായിട്ടിരിക്കുക. ആഹാ, അത് കൊള്ളാലോ. നീ അവളെ തൂക്കം പിടിപ്പിക്കുകയാണോ? എന്തൊരു പൊടിയാന്ന്. മഴ പെയ്തിട്ടിരിക്കുകയാണ്, എന്തൊരു പൊടിയാന്ന്. ആ കഴിച്ചോളൂ, നീ കളി. ഒരു 10-12 വർഷം പഴക്കമുള്ളൊരു സാധനമാണ്. ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ഇത്രയും നാളിടയ്ക്ക് ഇടയ്ക്ക് മുട്ടിനൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കിട്ടിയ സമയത്തൊക്കെ കുറച്ച്. പിന്നെ ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഇത് ഈ ഫ്രിഡ്ജ് പെട്ടിക്കകത്തൊക്കെ പൊടിയൊക്കെ വരും, അതൊക്കെ തൂക്കാൻ വളരെ എളുപ്പമാണ്. ചുമ്മാ ഒന്ന് കാണിച്ചാൽ മതി, അപ്പോഴേ പോകും. സാജൻ ചേട്ടൻ്റെ പറമ്പിലാണ്. സാജൻ ചേട്ടനായി നല്ലതൊക്കെയാണ്. ആരിൽ കൊണ്ടുവന്നതിന് മുമ്പ് ഇട്ടോണമെന്ന് പറയാം. അങ്ങനെ ഇട്ടാ ഉണ്ടാക്കാൻ വരെ പോവാം. എല്ലാവരും TV കാണിച്ച പരിപാടി എന്തോ ഉണ്ട് കേട്ടോ. സുരേഷ് ഗോപിയുടെ കണ്ടിരിക്കും കേട്ടോ. ഈ താരത്താണ് കണ്ടിരിക്കും കേട്ടോ. സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ് അവിടെ. സുരേഷ് ഗോപിയെ കണ്ട് ഒരു വണ്ടിക്കകത്തിരിക്കുന്നത്. ആ, ലോറിയിൽ
ഇവിടെ നടക്കുന്നുണ്ട്, നിൽക്കുവാണോ കാണാം. ഞാൻ ഒറ്റക്കൊമ്പനോ അതാന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടോ, അറിയില്ല ഏതാണ്. സുരേഷ് ഗോപി അവിടെ വണ്ടിക്കകത്തിരിപ്പുണ്ട്. വീഡിയോ ഒന്നും എടുപ്പിക്കുകയല്ല അമ്മമാർ, ഫോട്ടോയും വീഡിയോ ഒന്നും എടുപ്പിക്കുകയല്ല അവിടെ. ഫോണെടുത്ത് അപ്പോഴേ അമ്മമാർ എടുത്തു വെക്കാൻ പറയും. അവിടെ ആൾക്കാരുണ്ട് നോക്കാൻ. കണ്ടുകൊണ്ടിരിക്കുന്നതല്ലായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. അന്നേരം ചുമ്മാ കയറി നോക്കി. എന്നാൽ ശരി, വരുക. ഷൂട്ടിങ്ങിൻ്റെ സാധനങ്ങളാണ്. ഞാൻ ചുമ്മാ അക്കരെ വരെ പോയതാ. അപ്പോൾ അവിടെ വൻ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ. ഓ ഇല്ല, ഇതേ കണ്ടില്ലേ സുരേഷ് ഗോപിയുടെ ലോറി കിടക്കണം. സുരേഷ് ഗോപിയാ ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ? ഹായ്, കട വരെ. ഹായ്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മേടിക്കുന്നത് തന്നെ. വിളിച്ചാൽ മതി. അരി അവരാണ് വണ്ടി കൊണ്ടുവന്നേ. ഇവിടെ കൊണ്ടിട്ടോ. ശാംഭവിയുടെ ടീച്ചർമാരാന്ന് തോന്നുന്നു, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീച്ചർമാരായിരുന്നു. ഫേമസ് എൽപി കൂടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇതാരാ? ആണോ? അച്ഛയുടെ പേരെന്നാ? തോമസ്. തോമസ്. നിന്റെ അച്ഛന്റെ പേരെന്നാ? ഈ അച്ഛയുടെ പേരെന്നാ? നിന്റെ അപ്പാടെ പേരെന്നാ? തോമസ്. പിന്നെ സമൂഹത്തിൽ നമ്മളിങ്ങനെ കയറി പോവല്ലേ, വേണം.
ക്ലാസ് വരെ നടക്കുന്നുണ്ട് തീരുമാനിച്ച ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ പിന്നെ വെക്കാം കഴിയട്ടെ പിന്നെ വെക്കാതെ എപ്പോ നോക്കിയാലും അലയൻസ് ആവും. എപ്പോ നോക്കിയാലും അലയൻസ് കാണുമെന്ന് അവള് തന്നെ പറയുക. അവൾ എപ്പോ നോക്കിയാലും തന്നെയാണ്. ഞാൻ സംസാരിച്ചേ ഒന്ന് വന്നേ, ഞാൻ മോളെ കാണാനല്ലേ വന്നേ, ശംഭുവിനെ കാണാനാ വന്നേ. ശംഭുവിനെ കാണാനല്ലേ മോളെ വന്നേ. ഞങ്ങള് പൊക്കോട്ടെ, സ്കൂളിലോട്ട് വരുന്ന ഞങ്ങളുടെ കൂടെ. ഞങ്ങള് സ്കൂളിലോട്ട് പോവുക. ടീച്ചറിവിടെ 4 സെന്റ്. ഇല്ല, അയ്യോ ഫോണില്ല. ഫോൺ ഞങ്ങൾ ഉപയോഗിക്കത്തില്ല. വണ്ടി ഇങ്ങോട്ട് കയറും. അതെ ഇവിടെ തിരിയും കുഴപ്പമില്ല. വണ്ടി നടക്കിടക്കം നമ്മൾ അമ്മയുടെ പേരൊക്കെ തീർന്നു. ഞങ്ങള് പോവുക. പോകാം നമുക്ക് സ്കൂളിലോട്ട്. നമുക്ക് സ്കൂളിൽ പോവാം. പോയിരിക്കണം. കടയിലൊക്കെ കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ താഴെ ഇറങ്ങി ചെന്ന് വെച്ചാൽ ഒരു വണ്ടി ഓട്ടോ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചോ, വണ്ടി വരാൻ ഒരു 5 മിനിറ്റ് താമസിച്ചോണ്ട് 5 മിനിറ്റ് നമ്മുടെ കാര്യം പോക്കാം. അവിടെ കിടന്ന് ഓടത്തില്ല, അവിടെ കിടന്ന് കാറും വണ്ടി എന്ത് ചെയ്ത് ചോദിച്ചിട്ട് വണ്ടി വന്നാൽ പിന്നെ പ്രശ്നം തീർന്നു, അന്നേരം നിർത്തുകയും ചെയ്യും. അതുവരെ എവിടെ ചെന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ TV കണ്ടുകൊണ്ടിരിക്കുമ്പം നെറ്റ് എങ്ങാനും സ്ലോ ആയിട്ടൊന്ന് കറങ്ങിയാൽ മതി, അന്നേരം ഇടുന്ന നല്ല കുഴപ്പമില്ല. കണ്ടു ഒന്നും മേടിച്ചില്ല. ചോറ് തരും, ചോറ് തരാം. ചോറ് കഴിച്ചായിരുന്നു. പൊക്കോട്ടെ. മെഡിക്കൽ കൂട്ടിയായിട്ടിരിക്കണം കേട്ടാ. ഞങ്ങളെ കാണാൻ അങ്ങോട്ട് ഈ വഴി ഞാൻ ഇനി കയറും. ഞാൻ ശംഭവിനി കാണാൻ നമുക്ക് അങ്ങോട്ട് വരണം കേട്ടോ. ഓക്കെ. വരുന്നോ? എന്റെ അച്ഛന്റെ പേര് പറ. അല്ല, ടീച്ചറിന്റെ അച്ഛന്റെ പേരാ. എന്നാ പോട്ടെ. പരീക്ഷയ്ക്ക് എളുപ്പമായിരുന്നോ? അറിയാം. ഇത് അപ്പുറം ആ മേടിച്ചു.
ആ അവിടെ തിരികെ ഇതിന്റെ താഴത്തെ വീട്ടിലിട്ടു. ആ കണ്ടായിരുന്നു അവിടെ ഈ കാണുന്നിട്ടാ ഇല്ല അവിടെ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ആണോ? അങ്ങോട്ടാണോ പോകുന്നത് ഇങ്ങോട്ടാണോ പോകുന്നത് അറിയത്തില്ല. താഴത്തെ നിമിഷങ്ങളില്ല നല്ല മഴയിട്ട് അങ്ങനെയൊന്നും പോകത്തില്ല. പക്ഷെ താത്തിട്ടാ തോന്നും ഈ റോഡിൽ പോകണം. ഇടയ്ക്ക് ഇറങ്ങണേ. ടി സി അവിടെ വേണ്ടെന്ന് പറഞ്ഞാലുവേ ഇവിടെ നമുക്ക് അല്ല ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് എല്ലാം ഉണ്ടാവുമല്ലോ ഉണ്ട് 10 മുതൽ 4 വരെ ഉണ്ട്. ടി സി നമ്മൾ ആപ്ലിക്കേഷൻ ആദ്യം എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഏത് സ്കൂളാന്ന്. ടി സി ആയി കഴിയുമ്പോൾ വിളിക്കാം. 2-ാം തീയതി അല്ലേ പ്രൊമോഷൻ? 2-ാം തീയതി ആണല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ടി സി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏത് സ്കൂളാന്നൊക്കെ നേരത്തെ പറയുവാണെങ്കിൽ നമുക്ക് അടിച്ചിടും. 2-ാം തീയതി കഴിഞ്ഞ ഒരു ദിവസം തന്നാൽ മതി. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ സ്ഥിരം കാണുന്നതോടെ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് വരുന്നവർക്കാണ് വന്ന് കയറിയപ്പോഴേ അവർ പറഞ്ഞു ദൈവമേ ഇതെന്നെ രസമാണ്, അതെന്നാ കൊള്ളാമല്ലോ, ഇവിടെയൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ സ്ഥിരം കാണുന്നുണ്ടായിരിക്കും അല്ലേ? പറഞ്ഞമ്മ നിനക്ക് എന്നാ ഭാഗ്യം, എന്ത് രസമാന്നൊക്കെ. എനിക്ക് പക്ഷെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അതിപ്പോ നമ്മള് ഞാൻ പോയി ഇവിടെ വന്നായിരുന്നു. എന്താ ആക്രമിച്ചിട്ട് പോയാണോ? അയ്യോ അതെല്ലാം എടുത്ത് കണ്ടോ? ആക്രമിച്ചെന്ന് നിനക്ക് അറിയത്തില്ല. ആക്രമി അതെല്ലാം പൊട്ടിച്ച് അവന്തി അതാ അവളെ വല്ലതും കൊണ്ടുപോയി നോക്കിയില്ലേ അങ്ങോട്ട്? മറ്റേ ഇതുണ്ടാക്കുന്നതാണ് പാനിപ്പൂരി. അതിൻ്റെ കവർ എന്ത് ചെയ്യും? അതെല്ലാണല്ലോ അത് ഉണ്ടാക്കുന്ന രീതി. ഞാൻ മേടിച്ചോണ്ടോ അടി, ആ കവർ വേണം. വിഷയങ്ങളൊക്കെ നമ്മള് വിട്ടുകൊടുത്തു. കട മൊത്തം മേടിച്ചോ? ഔട്ടിയില്ല, പൈസ ഇല്ലാത്തോണ്ടേ. ഒരു കവർ എന്തേലും, ഒരു പച്ച കവർ ഉണ്ടാകും അതിൻ്റെ. എന്തേടി കൂടെ ഗ്രീൻ കൂടെ എന്തേടി മര്യാദയ്ക്ക് കൊണ്ടുപോയി ഇവിടെ. അതല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ എണ്ണ വേണ്ട, കൊണ്ടുപോയി ഇവിടെ. അതാ പാനിപ്പൂരി ഉണ്ടാക്കുന്ന പായ്ക്ക വലിച്ചു കീറിയല്ലോ അത്. നശിപ്പിച്ച്. സോറി അപ്പൊ തല്ലല്ലേ? തല്ലല്ലേ? തല്ല എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതെല്ലാം എഴുതിയിട്ടുണ്ടേ. അവളവർ തിന്നുന്ന എന്താണ്? ഇത് കപ്പ ഇല്ല, കിട്ടിയില്ലടി കപ്പ. അല്ലല്ല ഇതിനകത്ത് തന്നെ ഇല്ല, അതിനകത്തൊന്നും അല്ല, അത് വേറെ കപ്പ ഉണ്ടായിരുന്നോ? അപ്പൊ പാനിപ്പൂരി ഉണ്ടാക്കുന്നില്ലേ? പാനിപ്പൂരിയൊക്കെ പിന്നെ നീ അത് മൊത്തം പൊട്ടിച്ചു കളഞ്ഞില്ലേ? അതിൻ്റെ അകത്തൊരു കുരുണ്ട്, അതേ കൊള്ളല്ല, നമുക്ക് നട്ടു വെക്കാം. പിടിച്ച് കൈ കൊണ്ട് പിടിച്ച് അങ്ങനെ മതി. എടി അയച്ച് കുറച്ച് വെച്ചാലേ പാട്ട്. മുടി ചുമ്മാ കട്ട് ചെയ്തിട്ടോ. ഇങ്ങനെ ഇതിനകത്തോട് കട്ട് ചെയ്തിട്ടോ. വലിയധികം കട്ട് ചെയ്തില്ല, ഇതായിക്കോളും. ചുമ്മാ ഇട്ടാൽ മതി എങ്ങനെയല്ല. വലുതാണല്ലോ, അത് അടിച്ചോളൂന്ന്. മതി, 3-4 കഷ്ണം ആക്കിയാൽ മതി. അത് 2 ആക്കിയാൽ മതി. മതി കളിക്കണ്ട കൊടുത്തുണ്ടാവുന്നു. അത് ഇതുണ്ടാക്കണം. അത് കുറച്ച് മാറി കേട്ടോ കഴിക്കുക. ചൂട് അതുകൂടെ അത്രയും കൂടെ ഇടണം സാർ കേട്ടോ.
ഒരു 2 ഏലക്കയും കൂടെ പൊടിച്ചിടും. ഏലക്ക ആവി ജയശാലം വെക്കാന്ന് പറയാം. നീ മലപ്പുറം വെക്കാഞ്ഞല്ലേ? വേണ്ട വേണ്ട ചെടി നിനക്കില്ലല്ലോ. ജയമെഴുതിയോ? അപ്പേ 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 ജയമൻ കൂടെ വരണ്ടേ? വരട്ടെ. ജയമേതി അയ്യോ എന്റെ കൊച്ചിന് കൊടുക്കാൻ അത് എത്ര നേരമായിരുന്നു മേടിച്ചോണ്ട് വന്നിട്ട്. കട്ടൊക്കെ അടക്കുന്ന ഷാമ്പൂ കൊടുത്ത് അംശമാവും. എനിക്കില്ലേ? എടുത്തോ. ചെറിയ വ്യത്യാസമുണ്ടോ? അതിന്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത്. ഏതിന്റെ ഏതിന്റെ ഏലക്കായിട്ട് 3 ഉണ്ടല്ലേ? കുഴപ്പമാണോ? മധുരോ? മധുരം ഇല്ലാത്ത നല്ല പോലെ ഉണ്ട്. ഞാനും നാരായണ അച്ഛനെ തൽക്കണ്ട മുകളിലാണ് നിൽക്കുന്നത്. അതിനകത്താണോ എനിക്ക് താടി ഇവിടെ നീ എന്തിരിപ്പ് പൊടി ഞങ്ങൾ ഇവിടെ അവക്കോടെ മേടിച്ചാണ്. എന്റെ പോയി പപ്പയോട് പറയാം അവക്കോടെ മേടിച്ചോണ്ട് വന്ന ചെല്ലാൻ പറഞ്ഞാൽ നല്ല സൂപ്പർ മേടിച്ചോളും. ആ നല്ലതാണല്ലോ. എന്നിട്ട് ജ്യൂസ് അടിക്കുക. പാലും മേടിക്കുന്നുണ്ട്, പഞ്ചസാരയുണ്ട്, ജ്യൂസും കടിച്ചു കൊടുക്കുക. ഫ്രിഡ്ജുണ്ട്. പപ്പയ്ക്ക് കൊടുത്ത് പപ്പയ്ക്ക് ഇഷ്ടപ്പെടും. രാവിലെ അത് കഴിച്ചാൽ മതി. കൊതുകിരിക്കുന്ന കയ്യില് ഒന്നും വിഷയമല്ല അവർക്ക്. എന്റെ കൊച്ചിന് ഇവിടൊക്കെ തോതിരിക്കുന്നു. കൊച്ചിന് കഴിച്ചപ്പോ താഴെ പോയാനെ ഇല്ല തീർന്നു. പെട്ടെന്നങ്ങ് തീർന്നു പോവാ. നല്ല സൂപ്പർ സാധനം. പക്ഷെ തികയല്ല. 5-6 മേടിക്കണം അല്ലേ? ഒരാൾക്ക് 1 വെച്ച്. പിന്നെ അങ്ങനെ ആദ്യം കൊണ്ട് ഇരുത്തിയാണ് ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. എണ്ണയാന്ന് കഴിക്കാനല്ല, ചുമ്മാ ഇങ്ങനെ കാണാൻ. നമ്മൾ ഉണ്ടാക്കി ഡാൻസ് കളിക്കുക. വേറെ നമ്മൾ മേടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഈ മസാല ഇല്ലായിരുന്നു, അതുകൊണ്ട് അതവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെ, പക്ഷെ ആ സാധനമൊക്കെ അതിൻ്റെ കൂടെ വരുന്നതല്ലേ. ഉരുളക്കിഴങ്ങ് വന്നോടി. ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് വീഴുന്നു. നമ്മൾ ഈ ഇവിടെ പോയില്ലേ, ഞാൻ കാർണിവലിന് പോകുമ്പോൾ അവിടെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഒരു കഴിക്കാൻ ഒരു അവിടെ എല്ലാം ഇങ്ങനെ മഴ പെയ്ത് അളിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാനങ്ങ് കഴിച്ചില്ല. എന്നോട് പറഞ്ഞോണ്ട് ഞാൻ അപ്പൊ മേടിച്ചോണ്ട് വന്നു. എന്നിട്ട് നീ എന്നെ എന്നാണ്ടൊക്കെ പറയുന്ന കേട്ടല്ലോ. ദൈവമേ, ഞാൻ പുതിനയിലെ മറ്റേ സാധനം അങ്ങനെ ഈ മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ എന്തോ അത് പുതിനയല്ല, പുതിന. ഇളക്കണം അതിനകത്ത് കേട്ടോ.
ഇതിൻ്റെ കൂടെ ഇനി ഉരുളക്കിഴങ്ങ് എന്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ചതക്കണം. ഉപ്പിടണം എന്നാണ് പറയുന്നത്. ഉപ്പ് നമുക്കിടാം അല്ലേ? പക്ഷെ ഇട്ട് നോക്കാം. പറഞ്ഞ എനിക്ക് ഞാൻ നോക്കട്ടെ. കഴിച്ചോട്ടെ. എടുത്ത് കഴിച്ചോട്ടെ. ആപ്പാടെ എല്ലാവർക്കും ഒരു 5-6 വീതം കൊണ്ട് ഉള്ളൂ. ഒരു ശകലം ഇടാം. അമ്മേ നമുക്ക് ദേവി ഉണ്ടായിരുന്നു സാധനമില്ലാത്ത ഒരെണ്ണം കൂടെ മേടിച്ചാൽ മതി. നീ ഇപ്പോൾ പോയിട്ടില്ല ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നോക്കാം. ഒരാൾ വന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ നീ ആ പോയി ഇതും കൂടെ എടുത്തോണ്ട് പോവാ. നമ്മുടെ കപ്പേ കപ്പ ഇല്ലാതെ കപ്പേ കപ്പ വറുത്ത് ആ അത് ശരിയാണല്ലോ. പോയി എടുത്തോണ്ട് വറക്കാന്ന്. ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങ് മറ്റേ ബാക്കിയെല്ലാം സവാള പിന്നെ മല്ലിയില പിന്നെ പുതിനയില. പുതിനയില ഇല്ല. അത് മതി പോരെ. ഓക്കെ നിറയ്ക്കതിനകത്ത് നിറയ്ക്കാം. അത് പൊട്ടിക്കണമല്ലോ. പൊട്ടിക്കണ ഞാൻ പിന്നെ പൊട്ടിക്കണോ? കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞില്ല, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ മറന്നുപോയതെന്ന് പറ. പനിപ്പുരി. ഓ ശ്യാമളമ്മ വിളിച്ചാൽ കുറ്റം മാത്രമേ പറയാനുള്ളൂ, നല്ലതൊന്നും പറയുന്നില്ലേ? എൻ്റെ ആരെങ്കിലും കുറ്റം പറഞ്ഞിരിക്കും. ഇപ്പം എൻ്റെ പറയണേ ഞാൻ എല്ലാം മറക്കുമെന്ന്. ഫോട്ടോ അയച്ചു തരണമെന്ന് ആ ഗ്രൂപ്പിനകത്തുണ്ട്. അതായത് നിർമ്മല കുഞ്ഞമ്മയുടെ ഫോണിനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾ കൂടെ അയക്കാൻ അറിയില്ല? തണുത്തു പോവോ? അടുത്ത് പോവും. നീ എടുക്കുന്നില്ല. എന്നോട് ഞാൻ എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് നീ എടുക്കാതിരിക്കുന്നത് എൻ്റെ കുഴപ്പമാണ്. തീർന്നല്ലോ. എടുക്ക്. എത്ര 6 ആ കുഴപ്പമില്ല. അവക്ക് എന്തുവാ അവര് വെറുതെ എടുക്കുക. അമ്മ തന്നെ റവയോ? റവ എന്നിട്ട് വെറുതെ നാളെ ഉപ്പുമാവുണ്ട് കണ്ടേ. ഒന്ന് എനിക്കത് മതി. ഏത്? എനിക്ക് ആ വലിയ പാത്രം മതി. 6 സോണോ? എനിക്കില്ലേ? എനിക്കുള്ള വലിയ പാത്രത്തിനകത്ത് വന്നേക്കും. എന്നാ അല്ല പൊന്നിന് നിന്നാ. ഉടുപ്പ് മാത്തിട്ടെ. കഴിഞ്ഞോ? കഴിഞ്ഞോ? കഴിച്ചേ. കഴിക്ക് പൊന്നാ, അതും ചേർക്കാനുള്ള കഴിക്ക്. അത് ഇന്നെ അറിയത്തില്ലേ? കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചേട്ടാ അവള് കഴിക്കുന്ന. ആ കഴിക്ക്. ബെസ്റ്റ് ആള്. എങ്ങനെടാ? ആരാണി കൊണ്ട് നോക്കാം. ഞാനാണി കൊണ്ട് നോക്കേ. ഞാൻ അങ്ങോട്ട് വരാം. ആരാണി കൊണ്ട് നോക്കേ. കൊള്ളത്തില്ലേ? അന്നെങ്കിൽ അന്നേക്ക്. ഞാൻ അന്നേക്ക് കൊള്ളത്തില്ലെങ്കിൽ അന്നേക്ക്. നിങ്ങൾ കഴിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് കഴിക്കണം. ഓക്കെ ഈ ചുവ എനിക്ക് ഇഷ്ടമാണ്. പഴക്കി പിടിച്ച് അടുത്തത് എനിക്ക് ചുവ ഇഷ്ടമാണ്. എനിക്ക് എത്രയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലെങ്കിൽ എന്നേക്കാം പോയി. ഒന്നുമില്ല. ആ പഴം 3 ഇപ്പൊ കഴിക്കുന്നേ. എനിക്ക് ഇങ്ങനത്തെ ചുവ ഇഷ്ടമില്ല. മല്ലിയിലയുടെ ചുവ മൊത്തം. വരൂ. ആ വെള്ളത്തിൻ്റെ കഴിച്ചോളാം. കണ്ടേ വേണ്ടാത്തവരൊക്കെ ഇങ്ങനെ വന്നോളൂ. അടുത്ത് പോയി അടുക്കരുത്.
എടുക്കും എടുക്കും. കുട കൊണ്ടുപോവാണെങ്കിൽ നനയാതെ വരാം. നനഞ്ഞു പറഞ്ഞു. അതെ കുഞ്ഞോടെ എടുത്തോണ്ട് പോവും. കുഞ്ഞൂടയുണ്ട് കുഞ്ഞൂട. എന്നാ നാളെ വന്നാൽ മതി. എന്ന് വന്നിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലോ. നാളെ വന്നാൽ മതി. സുരേഷ് ഗോപിയുടെ ഷൂട്ട് നടക്കുന്നുണ്ടല്ലോ അവിടെ. ചെന്ന് ചോദിച്ചാൽ അനിയനായിട്ട് റോള് കിട്ടുന്നുണ്ട്. ആ നമ്മുടെ മുണ്ടക്കയത്തെ SGയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ ലോറിയലൊക്കെ അവിടെ വെച്ചേ. ഇവിടെ അല്ലേ? എവിടെ നിന്ന് എടുത്തേ? എവിടെ നിന്ന് എടുത്താന്ന് പറ. എവിടെ നിന്ന് എടുത്തേ? അവിടെ കൊണ്ടുവച്ചേ. നീ അതിൻ്റെ പിടിയെ പിടിച്ചേ. പിടിക്കേ പിടിക്കേ പിടിക്കേ. അരക്കല്ലേ? കൊണ്ടുവച്ചേ അവിടെ കൊണ്ടുവച്ചേ. അവിടെ 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 ചക്കയുടെ ചക്കയടത്ത്. വെച്ചേക്ക്. ചെരുപ്പിട്ട് നടക്കണമെന്ന് നാരായണി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചെരുപ്പിടാത്തെ എന്നിട്ട് ഈ ചള്ളയെല്ലാം കൂടെ കെട്ടി അങ്ങോട്ട് അകത്തോട്ട് കയറും. അപ്പന് മോളും അതെ. അതാകെ മൊത്തമുള്ള ചെള്ളയും ആ ബെഡ്ഷീറ്റ് ഫുള്ളും ചെളിയാക്കി വെച്ചേക്കുവാ ചെരുപ്പിടാതെ നടന്നിട്ട്. എന്നാ ഈ ചെരുപ്പിട്ടോണ്ട് ഇറങ്ങുള്ളോ? ആണല്ലോ. അത് കയറിപ്പോ കയറിപ്പോക്കോ. അല്ല പിന്നെ നീ എവിടെ കയറിയാ എൻ്റെ പൊന്നു മഞ്ജുള നിൽക്കുന്നത്? ഇതാണ് മഞ്ജുള, ശ്യാമളമ്മയുടെ മഞ്ജുള. ഇത് മഞ്ജുള അല്ല, ഇത് സുന്ദരി. മറ്റേതാ മഞ്ജുള. ഇത് ഭാസ്കരന, ഇത് ശങ്കരന്, ഇത് സുന്ദരി. മഞ്ജുള സുന്ദരി. എന്താണ് ട്രീറ്റ് വേണോ? വേണോ? പറയൂ പറയൂ. അവിടെ 2 എണ്ണം വിളക്ക് കത്തിക്കുന്നതിൻ്റെ അലമ്പ്. ഇടപെടണോ ഞാൻ? എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. കത്തിയോ? പൊന്നമ്പല വീട്ടിൽ മകരജ്യോതി കത്തണ പോലാണ് കുട്ടി. എന്തിന്? വിളക്ക് തീയനാണോ? ഇത്ര നിറച്ച് എണ്ണ ഒഴിക്കല്ലേ നാനി? നാളെ ആകുമ്പോ കൊറേ നാളെ കത്തി വിളക്ക് തേക്കണ്ടേ? മിഷനെ എന്നോട് മിഷനെ പണിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മിഷൻ ഇപ്പൊ ഒരു പരുവാക്കിട്ടുണ്ട്. പിന്നല്ല അങ്ങനെ തയ്ക്കും. എന്റെ സ്കൂളിൽ വെച്ച് പ്രാർത്ഥിച്ചേ. എനിക്ക് സൈറം വായിച്ചാലോ? സൈറം വായിച്ചോ? പ്രാർത്ഥിയില് ഗജാനനം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത ജംബൂ ഫലസാരഭക്ഷിതം മാസുതം ശോകനാശകാരം നമാമി വിഘ്നേശ്വര പാദപം. ലളിത സഹസ്രനാമം ഞാൻ പോയി വായിക്കാം. അമ്മയും മൂമ്പികയുണ്ട്, വലിയ രേഷനും മൂമ്പികയും പറയും. പോയി പ്രാർത്ഥിച്ച എത്രയോ വർഷമായില്ലേ? അറിയില്ലേ കുഞ്ഞിന്? അതിപ്പോഴുണ്ടാ? അത് ഇച്ചിരി കഴിഞ്ഞിട്ടാ. ഇരുട്ടാട്ടടോ എന്നിട്ടാ ശാന്തവിക്ക് നോക്ക്. അമ്മ കുട്ടപ്പായി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും. വിളക്കും കത്തിക്കും, വിളക്ക് കഴുകുകയും ചെയ്യും, തുടയ്ക്കുകയും കഴുകുകയും ഒക്കെ ചെയ്യും, വിളക്ക് കത്തിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. കളിപ്പാട്ടുണ്ട് കൊറേ ടോസുകള്, മുട്ടായികള്. ടോയ്സ് ഉണ്ടമ്മേ, പെൻസില്, സ്കെച്ച്, എല്ലാം ടോയ്സ് മേടിച്ചാലോ? ഇവിടെ ഉണ്ടല്ലോ. നിനക്ക് അതൊന്നും വേണ്ടല്ലോ. മറ്റേ ഇത് പ്ലെയർ. ക്ലിയറോ? അമ്മേ അമ്മ ഞാൻ കാണിച്ചിട്ടുണ്ട്. കുട്ടപ്പായി പടം വയ്ക്കും. കുട്ടപ്പായിക്ക് എന്തായിട്ടാണോ? അപ്പല്ലേ?
മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മലയാളത്തിൽ പറഞ്ഞു മഴ പെയ്യും മഴ പെയ്യും കുട കൊണ്ടുപോകുന്നു. അപ്പം എന്താ പറഞ്ഞ ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നോ. ആയിക്കോട്ടെ. അപ്പം നനഞ്ഞ കോട്ടുണ്ട്, ചുമ്മാ അല്ല, കോട്ടുണ്ട്, റെയിൻകോട്ടുണ്ട്. വന്നോ വന്നോ റെയിൻകോട്ട് അമ്മേ? റെയിൻ എന്ന് പറഞ്ഞ എന്നാ? റെയിൻകോട്ട് എന്നാ? റെയിൻ എന്ന് പറഞ്ഞ എന്നാ? കേൾക്കില്ല മഴ, അമ്മേ. മഴക്കോട്ട്, വെള്ളം ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി. ഇടിയുണ്ടല്ലേ? ഇടിയും നല്ലത് പറഞ്ഞൊക്കെ തന്നു കഴിഞ്ഞാലായിട്ട് ഭയങ്കര പാടാണല്ലേ അത്. അമ്മേ ആരേലും അച്ഛൻ്റെ അമ്മയുടെ പേരാണെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും അങ്ങ് ഓർത്തിരിക്കും. ആണോ? കിട്ടി. അച്ഛൻ്റെ പേരാണ് മറ്റേ, അമ്മയുടെ പേര് ഫാത്തിമ. പേര് മറ്റേ. ഉണ്ടായിരിക്കാൻ പറ്റുമോ? സോറി, ഐ എം വെരി സോറി. അല്ലില്ല, ഞാനും ഒരു പ്രാർത്ഥിക്കാം. സിംബ ഉണ്ടായിരുന്നേ, അപ്പ വന്നില്ല. ഇല്ല, ഞാൻ കൊടിയെ കയറ്റാൻ ഇവിടെ പറയാം. അപ്പ വന്ന് കയറ്റിക്കോളൂന്ന്. ഞാൻ അപ്പ വന്നിട്ട് മതി. അപ്പേന്നല്ല അമ്മേന്ന്. അപ്പ വന്നിട്ട് കയറ്റിക്കോളും. നമുക്ക് ശരിയായി തരാവേ. അതിന് മുമ്പൊന്നും സമയം കിട്ടിയില്ലേ? ഇല്ല, അതിനു മുമ്പ് അമ്മ എന്നോട് പറഞ്ഞില്ല. എല്ലാവരും വിചാരിച്ചിരുന്നത് കോഫി വീട്ടിലിരുന്ന ഒരു ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ അവന്